കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്നു മോദിജി വെറും ഭീരുവായി ട്രംപ് പറയുന്നതെല്ലാം അംഗീകരിച്ചു കൊടുക്കുന്നു എന്നാണ്. അവർ പറയുന്ന കാരണം ട്രംപ് ഒരു മാസത്തേക്ക് റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കാൻ അനുവദിച്ചിരിക്കുന്നു എന്നൊരു പ്രസ്താവന ഇറക്കി. അയാൾ എന്തും ഏതു തരത്തിലുള്ള പ്രസ്താവന ഇറക്കുന്ന ആളാണെന്നും നമുക്കറിയാം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ച് താനാണെന്ന് പ്രസ്താവന ഇറക്കിയ മനുഷ്യനാണ്. അതുകൊണ്ട് ഇനിയിപ്പം മോദിജി ട്രംപിൻ്റെ ആജ്ഞാനുവർത്തിയായി പുള്ളിയുടെ സമ്മതത്തോടു കൂടി റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ പോവുകയാണെന്നാണ് ഈ കിഴങ്ങന്മാർ പറയുന്നത്. ഇയാളുടെ പറച്ചിനെങ്ങാണ് എന്തെങ്കിലും വില കൽപ്പിക്കുന്ന ആളാണോ മോദിജി? മോദിജിക്ക് ആവശ്യമുള്ള എണ്ണ, ഇന്ത്യക്ക് ആവശ്യമുള്ള എവിടുന്ന് കിട്ടും എന്നുള്ളത് മോദിജിക്കറിയാം. അവിടുന്ന് വാങ്ങുകയും ചെയ്യും. റഷ്യൻ പ്രധാനമന്ത്രി വ്ളാഡിമിർ പുടിൻ വളരെ അസന്നിഗ്ധമായി പറഞ്ഞു, റഷ്യ ഇന്ത്യക്ക് എത്ര വേണമെങ്കിലും ഈ പെട്രോളിയം തുടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങളും ഓയിലുകളും എല്ലാം നൽകാമെന്ന് പറഞ്ഞ് കഴിഞ്ഞിരിക്കുകയാണ്. ട്രംപ് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, മേടിക്കണ്ടെന്ന് പറഞ്ഞാലും മേടിച്ചോ എന്ന് പറഞ്ഞാലും അതൊന്നും ഇന്ത്യയെ, മോദിജിയെ ബാധിക്കുന്ന പ്രശ്നമല്ല. നമുക്കറിയാം, ഒരു സമയത്ത് ട്രംപ് 4 തവണയാണ് മോദിജിയെ ഫോൺ ചെയ്ത് ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചത്. മോദിജി മൈൻഡ് ചെയ്തില്ല. കാര്യം അദ്ദേഹം മോദിജിയെ തൻ്റെ ഒരു ആജ്ഞാനുവർത്തിയാക്കി മാറ്റാനുള്ള ഒരു വിഫല ശ്രമം നടത്തിയപ്പോൾ ഇയാളുടെ ഈ ചെറ്റത്തരം കണ്ട് മനസ്സിലാക്കി മോദിജി അപ്പോഴേ തന്നെ ഇയാളെ കൈയൊഴിഞ്ഞതാണ്. ഇയാളുമായിട്ട് യാതൊരു സൗഹൃദവും വേണ്ടെന്ന് വെച്ചയാളാണ്. പിന്നെ ഒരു രാഷ്ട്രത്തലവൻ എന്നുള്ള നിലയിൽ ബഹുമാനിക്കും. വേണ്ട രാഷ്ട്രീയമായിട്ടുള്ള ഈ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇറാനിൽ നടന്നിട്ടുള്ള ഈ സംഘട്ടനം നെതന്യാഹു ആസൂത്രണം ചെയ്ത ഒന്നാണെന്ന് വേണം നാം കരുതേണ്ടത്. പക്ഷേ മോദിജി നെതന്യാഹുവിനെ കണ്ടതിന് ശേഷമാണ് ഇത് സംഭവിച്ചുള്ളത് കൊണ്ട് മോദിജിയുടെ നിർദ്ദേശമനുസരിച്ചാണ് ഇതെന്ന് പലരും ആരോപിക്കുന്നു. അതിലും യാതൊരു ശരിയുമില്ല. പക്ഷേ ഇറാനിലെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ഭരണകൂടത്തിനെതിരെ, ഭരണരീതിക്കെതിരെ എല്ലാ രാജ്യത്തെയും മനസാക്ഷിയുള്ള ജനങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അതിൻ്റെ ഒരു ഭരണഫലമായിട്ടാണ് ഇറാനിൽ ഇസ്രയേലും അമേരിക്കയും ചേർന്ന് സംയുക്തമായിട്ടുള്ള ഈ ആക്രമണം നടത്തിയത്. അതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ഇന്ത്യയോ മോദിയോ ചെയ്തിട്ടില്ല. അതവരുടെ രാഷ്ട്രീയമായ ദേശപരമായ കാര്യങ്ങൾ, വികാരപരമായ കാര്യങ്ങൾ, മനുഷ്യത്വപരമായ കാര്യങ്ങൾ, അതിൽ നമ്മൾ ഇടപെടുന്നതേ ഇല്ല.